ഹായ് വെൽക്കം ടു എജു വേൾഡ് ക്ലാസ്സസ്. നമ്മളിന്ന് ഹോം സയൻസിലെ തിയറീസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റിലെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ തിയറീസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. Children have an amazing ability to learn any language fluently in the first few years of life. India is a land of many languages and faces its own challenge of multilingualism. So children's എന്ന് പറയുന്നത് കുട്ടികളുടെ ആദ്യ കാലങ്ങളിലാണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജിൻ്റെ ഫ്ലുവൻസി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് മൾട്ടി ലിംഗ്വലിസം ആണ്. ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം ലാംഗ്വേജുകൾ അടങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇൻഫാക്ട് ബൈലിംഗ്വലിസം ആൻഡ് മൾട്ടി ലിംഗ്വലിസം ഹാവ് ബിക്കം എ നോം ഇൻ ഇന്ത്യ. സോ ബൈലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ രണ്ട് ലാംഗ്വേജ് സംസാരിക്കുന്നതാണ്. സോ മൾട്ടി ലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ രണ്ടിലധികം ഭാഷകൾ സംസാരിക്കുന്നതിനാണ് മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്നത്. പോളിസീസ് പെർട്ടൈനിങ് ടു ലാംഗ്വേജസ് ഇൻ എഡ്യൂക്കേഷൻ എവിഡൻസസ് എ hierarchical structure between dominant and minority languages resulting in double divide between English and major regional language and between major regional languages and indigenous tribal minority language. UNESCO has recognized 197 languages that are vulnerable, endangered or extinct. യുനെസ്കോയിൽ 197 ലാംഗ്വേജസ് എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അത് നശിച്ചു പോകാൻ അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകാനുള്ള രീതിയിലുള്ള ലാംഗ്വേജസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. National Education Policy 2020 recognizes the urgency of the matter and hence recommend mother tongue or regional language as medium of education till grade 5 and preferably till grade 8. സോ നാഷണൽ NPEയുടെ ശുപാർശ പ്രകാരം 2020 വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു റീജിയണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മദർ ടങ് എന്ത് ചെയ്തു പോകുന്നുണ്ട്, നശിച്ചു പോകുന്നതിന് പകരം നശിച്ചു പോകാറുണ്ട്. സോ അതിന് മാറ്റാൻ വേണ്ടി മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മദർ ടങ്ങിൽ റീജിയണൽ ലാംഗ്വേജിലായിരിക്കണമെന്ന് NPE നിർദ്ദേശിച്ചിട്ടുണ്ട്. സോ അത് ഗ്രേഡ് 5 വരെ, 5 മാത്രമല്ല 8th വരെയും എന്ത് ചെയ്യുക, മദർ ടങ് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജസിലായിരിക്കണം എഡ്യൂക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസാണ്. ഇതിൽ കോൺട്രിബ്യൂഷൻസ് ബൈ സ്കിന്നർ, ബെർഹസ് ഫ്രെഡറിക് സ്കിന്നർ. സോ ആൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആൻഡ് ബിഹേവിയറിസ്റ്റ് ബിലീവ് ദാറ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വാസ് ദ റിസൾട്ട് ഓഫ് ഒപ്പറൻറ്റ് കണ്ടീഷനിങ് സ്ട്രാറ്റജീസ് ലൈക്ക് ഇമിറ്റേറ്റിംഗ് അതേഴ്സ്, ഷേപ്പിംഗ്, പ്രോംപ്റ്റ് ആൻഡ് റിവാർഡിംഗ് മെക്കാനിസംസ് ഹെൽപ്പ് ദ ചൈൽഡ് അക്വയർ ലാംഗ്വേജ്. സോ സ്കിന്നറിൻ്റെ ഇത് പ്രകാരം ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, ഒപ്പറൻറ്റ് കണ്ടീഷനിങ്ങിലൂടെ കിട്ടുന്നതാണ്. നമുക്ക് ഒപ്പറൻറ്റ് കണ്ടീഷനിങ് ഒക്കെ തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഒപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യുന്നു, കുട്ടികളിൽ ഒരു ഒബ്ജക്റ്റിന് പകരമായിട്ട് നമ്മൾ വെച്ച് അതിൽ നിന്ന് അവരെന്ത് ചെയ്യാതെ അവർ ഇമിറ്റേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് അവർ പല വേർഡ്സ് ഷേപ്പ് ചെയ്യുകയും പ്രോംപ്റ്റ് ചെയ്യുകയും, സോ ഒരു റിവാർഡ് മെക്കാനിസം, ഒരു റിവാർഡ് കിട്ടുന്നതിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നതാണ് ലാംഗ്വേജിനെ കുറിച്ച് സ്കിന്നർ പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഈച്ച് ടൈം ദ മദർ ഹോൾഡ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ആൻഡ് സേസ് മിൽക്ക്, ദ ചൈൽഡ് ഒബ്സർവ് റീറ്റെയിൻസ് ദ ഫോണിക് സൗണ്ട് ഓഫ് ദ വേർഡ് ആൻഡ് അസോസിയേറ്റ് ദ ഗ്ലാസ് വിത്ത് മിൽക്ക്. സോ ഇവിടെ പറയുന്നത്, അമ്മ കയ്യിൽ ഗ്ലാസ്സിലൊരു പാല് വെച്ചിട്ട് കുട്ടിയോട് പറയണം മിൽക്ക് എന്നാൽ പാല് എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടി അത് ഒബ്സർവ് ചെയ്യുകയാണ്. സോ അതിൽ അവിടുത്തെ ഫോണിക് സൗണ്ട് എന്താണ്, വേർഡ് ഗ്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഗ്ലാസ്സിൽ മിൽക്ക് എന്നുള്ള കാര്യം കുട്ടി പഠിക്കുകയാണ്. As the child grows up, the mother makes him utter the word milk, and when he or she does, the mother smiles and gives the glass a reward. സോ അപ്പം അമ്മയുടെ കയ്യിൽ ഗ്ലാസ്സിൽ പാലിരിക്കുന്ന കാണുമ്പോൾ കുട്ടിക്ക് അത് മനസ്സിലാകും അത് പാലാണെന്ന്. സോ അപ്പം അവൻ അതിന് പകരമായിട്ട് ഒരു ഫോണിക് സൗണ്ട് അവിടെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ചിലപ്പോൾ അത് പാലെന്ന് തന്നെ ആയിരിക്കും, മിൽക്ക് എന്ന് തന്നെ ആയിരിക്കത്തില്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു വേർഡായിരിക്കും. പക്ഷെ കുട്ടി വളരുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യും, മിൽക്ക് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അമ്മ എന്ത് ചെയ്യും, അവന് റിവാർഡായിട്ട് ആ ഗ്ലാസ് മിൽക്ക് കൊടുക്കും. സോ അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യും, ലാംഗ്വേജ് അക്വയർ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദിസ് കണ്ടിന്യൂസ് ദ ചൈൽഡ് ലേൺ ടു കമ്മ്യൂണിക്കേറ്റ് വൺസ് നീഡ്സ് ഫോർ മിൽക്ക് ബൈ അട്ടറിങ് ദ റൈറ്റ് വേർഡ് ഫോർ ഇറ്റ്. സോ അപ്പോൾ ഇതിലൂടെ കുട്ടിക്ക് എന്താണ് പഠിച്ചെടുക്കുന്നത്, സോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വേർഡ് പറഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് നമുക്ക്
കിട്ടും. സോ അതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കും എന്നുള്ള കാര്യം കുട്ടി പഠിച്ചെടുക്കും. സ്കിന്നേഴ്സ് കോണ്ടിജൻസി മോഡൽ ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡഡ് മോട്ടിവേറ്റിംഗ് ഓപ്പറേഷൻ, ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലൈ, റെസ്പോൺസ് ആൻഡ് ഷേപ്പിംഗ്. സോ സ്കിന്നറിൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ പറയുന്ന കുറച്ച് സ്റ്റേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് മോട്ടിവേറ്റിംഗ് ഓപ്പറേഷൻസ്. സോ അതിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളത്. സോ അതുപോലെ ഓരോ സ്റ്റിമുലസിനെ എന്ത് ചെയ്യും, ഡിസ്ക്രിമിനേറ്റ് ചെയ്യും, ഓരോന്നിൻ്റെ ബേസിസ്, അതിൻ്റെ ബേസിസിലുള്ള റെസ്പോൺസ്, അതിൽ നിന്ന് എന്ത് ചെയ്യും, പുതിയ കാര്യങ്ങൾ ഷേപ്പ് ചെയ്യും. സോ ഇത് നമുക്ക് സ്കിന്നറിൻ്റെ ഒപ്പാരൻറ്റ് കണ്ടീഷനിങ് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ അത് ക്ലിയർ ആവും. ഇനി അടുത്തത് കോൺട്രിബ്യൂഷൻസ് ബൈ നോം ചോംസ്കി ആണ്. നോം ചോംസ്കിയുടെയാണ് നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട തിയറി എന്ന് പറയുന്നത്. നോം ചോംസ്കിയുടെ തിയറിയാണ്. അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആണ്. വാസ് അപ്പോസ് ടു ദ ഐഡിയാസ് പ്രൊപ്പോസ്ഡ് ബൈ സ്കിന്നർ ആൻഡ് സ്റ്റേറ്റ് ദാറ്റ് children acquire language ability in seemingly effortless manner and that the mechanism for the same is hardwired into the brain, termed as the language acquisition device. So നോം ചോംസ്കിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ലാഡ് എന്ന് പറയും, നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. സോ ഇതിലൂടെ അദ്ദേഹം പറയുന്നത് കുട്ടികൾ ലാംഗ്വേജ് നമ്മൾ സ്കിന്നർ പറഞ്ഞതുപോലെ ഒരു റിവാർഡ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് അവർ ഫോണിക്സ് ഡെവലപ്പ് ചെയ്ത്, സോ ആ റിവാർഡിന് വേണ്ടി അവർ വാക്കുകൾ പറയുന്നു എന്നല്ല, അതിന് പകരം ഇതൊരു ഇന്നേറ്റായിട്ട് കിട്ടുന്ന ഒരു കഴിവാണെന്നാണ് നോം ചോംസ്കി ഇവിടെ പറയുന്നത്. സോ ലാഡിൽ പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് പറയുന്നതെന്ന് വെച്ചാൽ ദ ഇന്നേറ്റ് കപ്പാസിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ് ടു അക്വയർ ആൻഡ് പ്രൊഡ്യൂസ് ലാംഗ്വേജ്. സോ ഒരു വ്യക്തിക്ക്, ഒരു ഹ്യൂമൻ ബീയിങ്സിന് അതിന് ഇന്നേറ്റായിട്ട്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നേറ്റായിട്ട് ഒരു കപ്പാസിറ്റി ഉണ്ട് ഓരോ ഹ്യൂമൻ ബീയിങ്സിന്. സോ ആ ലാംഗ്വേജ് അക്വയർ ചെയ്യാനും ആ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ അതിനാണ് നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. ചോംസ്കി ഫർദർ പ്രൊപ്പോസ് ദ കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ. സോ ഇദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു കൺസെപ്റ്റാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്നത്. സ്റ്റേറ്റിംഗ് ദാറ്റ് ഓൾ ലാംഗ്വേജ് ഹാവ് സിമിലർ സ്ട്രക്ചർ ആൻഡ് റൂൾസ്. സോ ഇത് ഈ ഒരു യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ലാംഗ്വേജസിനും സിമിലർ സ്ട്രക്ചറും അതുപോലുള്ള റൂൾസും ഉണ്ടെന്നാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്നുള്ള കൺസെപ്റ്റിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നോം ചോംസ്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് തിയറി എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് തിയറിയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്നത് എന്താണ്? സോ ലാംഗ്വേജ് എബിലിറ്റി നമ്മൾ അക്വയർ ചെയ്യുന്നത് എന്താണ്? എഫേർട്ട്ലെസ് ഒരു മാനറിലൂടെയാണ്. നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ മെക്കാനിസം ഹാർഡ്വെയർ ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നേറ്റ് ആയിട്ട് നമുക്ക് ഓരോ ഹ്യൂമൻ ബീയിങ്സിന് ആ കപ്പാസിറ്റി ഉണ്ട് ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാനും അത് അക്വയർ ചെയ്യാനുള്ളതാണ് ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അദ്ദേഹം പ്രപ്പോസ് ചെയ്ത മറ്റൊരു കൺസെപ്റ്റാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന എല്ലാ ലാംഗ്വേജിനും സിമിലർ സ്ട്രക്ചറും റൂൾസും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഫൻസി ആൻഡ് ചൈൽഡ്ഹുഡ്. സോ ഇതിൽ ഇനി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്സ് പിയാഷെ പറഞ്ഞ കണക്ക് ഓരോ സ്റ്റേജസിലൂടെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ദ ഒബ്സർവേഷൻ ആൻഡ് ഏജ് പീരീഡ് ഓഫ് ദിസ് ഡെവലപ്മെൻറ്റ് ഈസ് ഓൾസോ അപ്രോക്സിമേറ്റ്. വൺ മേ എവിഡൻസ് ഇൻഡിവിജ്വൽ വേരിയേഷൻ ഇൻ സച്ച് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ. സോ ഓരോ ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഓരോ ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ് പറയുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഓരോന്നും ഓർത്ത് വെച്ചിരിക്കുക, ഏതൊക്കെ കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. അത് ഇൻഫൻസി പീരീഡിൽ ഒബ്സർവേഷനാണ്. ഇൻഫൻറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ ബോഡി ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് ക്രൈസ്. കെയർ ഗിവേഴ്സ് ആർ ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് വെൻ ദ ഇൻഫൻറ്റ് ക്രൈസ് ഔട്ട് ഓഫ് ഹങ്കർ ഓർ ഡിസ്കംഫർട്ട്. സോ ഇൻഫൻസി സ്റ്റേജിലെന്ന് പറയുന്നത് ഇവിടെ കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, ബോഡി ജെസ്റ്റേഴ്സിലൂടെയാണ്, അല്ലെങ്കിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ, അല്ലെങ്കിൽ അവർ കരയും, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മാധ്യമമാണ് കരച്ചിലൂടെ അവർ നേടും. അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ്, വിശക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പൂപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെയുള്ള എക്സ്പ്രഷൻസ്, അതുപോലുള്ള പല രീതിയിലുള്ള ബോഡി ജെസ്റ്റേഴ്സ് കാണിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ഇൻഫൻസി പീരീഡിൽ അവരെന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. കെയർ ഗിവേഴ്സിന് തിരിച്ചറിയാൻ പറ്റും കുട്ടി കരയുന്നത് വിശപ്പ് കൊണ്ടാണോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഡിസ്കംഫർട്ട് കൊണ്ടാണോ എന്നുള്ളത് നോട്ടീസ് ചെയ്താൽ മനസ്സിലാകുന്നതാണ്. ഇനി ഫസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്, ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ കുട്ടികളുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കോയിങ് എന്ന് പറയും, COOING, കോയിങ്. ഇൻഫൻറ്റ് സ്റ്റാർട്ട് വോക്കലൈസ് ബൈ മേക്കിംഗ് വവൽ ലൈക്ക് സൗണ്ട് ലൈക്ക് ഓ ഓ ആ. ദിസ് വർക്ക് ആസ് എ ഫീഡ്ബാക്ക് ഫോർ ദ ഇൻഫൻറ്റ് ഓൺ ഹൗ ഹി ഓർ ഷീ സൗണ്ട്. സോ കോ എന്ന് പറയുന്നത് വവൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആദ്യകാലങ്ങളിൽ കുട്ടി ഡയറക്റ്റ് അച്ഛ അമ്മ എന്നൊന്നും അല്ലല്ലോ പറയുന്നത്, ഓ ആ എന്നൊക്കെയുള്ള പല രീതിയിലുള്ള വവൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
കോയിങ് എന്ന് പറയുന്നത്. സോ അച്ഛൻ എന്തെങ്കിലും കുട്ടികളോട് നമ്മൾ സംസാരിച്ചാൽ പോലെ അവർ തിരിച്ച് നമ്മളോട് ഊ ആ എന്നൊക്കെ ഉള്ള രീതിയിൽ വവൽസ് പ്രൊണൗൺസ് ചെയ്തുകൊണ്ട് അവർ എന്ത് ചെയ്യാൻ നോക്കും, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കും. സോ അത് ആദ്യത്തെ കുറച്ച് മാസങ്ങളിലാണ് ഈ കോയിങ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 6 മാസം to 9 മാസത്തിൽ നടക്കുന്നതാണ് ബാബ്ലിംഗ് എന്ന് പറയും. Consonant sounds are now added like mama, dada and the infant engages in repeated vocalization. സോ ഇവിടെ ബാബ്ലിംഗ് എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ചെയ്തിട്ടുള്ള കൺസണൻസ് ചേർത്ത് സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. മമ്മ, ഡാഡ, സോ അങ്ങനെയുള്ള വേർഡുകൾ റിപ്പീറ്റ് ചെയ്ത് അതിനെ വോക്കലൈസ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ ബാബ്ലിംഗ് എന്ന് പറയുന്നത്. സോ ബാബ്ലിംഗ് നടക്കുന്ന ഏജ് ഏതാണ്? 6 to 9 months ബാബ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറൌണ്ട് 10 months of age, infants start to understand the conversation that the adults are engaging in. They understand more than they can say. So 10 മാസം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവർക്ക് ഒരു അഡൾട്ട് തമ്മിലുള്ള കോൺവെർസേഷന് അവർക്ക് മനസ്സിലായി തുടങ്ങും. അവർ അതിൽ എൻഗേജ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് പറയാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് എന്താണ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഏജാണ് 10 മാസത്തിലെന്ന് പറയുന്നത്. ഒരു 10 മാസം അടുപ്പിച്ച് വരുമ്പോൾ ഇനി അടുത്ത 12 to 13 months, ഒരു വയസ്സ് കഴിയുന്ന സമയത്ത് വരുന്നതിന് ഹോൾ ഓഫ് ഫ്രേസിക് സ്പീച്ച് എന്ന് പറയും. Partial words are used to communicate the needs. So in place of pani, the child may say ani or pa, and these are idiosyncratic, and hence a caregiver close to the child only understand the whole of phrasic speech. So around 1 year of age, the infant's vocabulary evidence a growth spurt known as naming explosion, and the infant acquires about 200 words. So whole of phrasic speech എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടി ഇവിടെ എന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒറിജിനൽ നെയിം വെച്ചായിരിക്കത്തില്ല, അതിന് വേറെ എന്തെങ്കിലും പേരുകളിലായിരിക്കും പറയുന്നത്. പല കുട്ടികളും പല രീതിയിൽ പാനിന്ന് ഈ വെള്ളത്തിന് അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു വാക്കുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. പാനി അല്ലെങ്കിൽ വാട്ടറിന് വെള്ളം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ച്, പക്ഷെ അത് കറക്റ്റായിട്ട് ആർക്ക് മാത്രമേ അത് കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. കുട്ടിയുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് വേർഡ് ആയിരിക്കത്തില്ല പറയുന്നത്. വെള്ളത്തിനുള്ള വെള്ളമെന്നായിരിക്കില്ല പറയുന്നത്, അതിനവർ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരു വേർഡ് ഫോം ചെയ്യും. സോ അതിനെയാണ് ഹോൾ ഓഫ് ഫ്രേസിക് സ്പീച്ച് എന്ന് പറയുന്നത്. സോ 1 year ആകുമ്പോഴത്തേക്കും കുട്ടിയുടെ വൊക്കാബുലറി എന്ത് ചെയ്യും, ഒരു വൊക്കാബുലറിയിൽ ഒരു ഗ്രോത്ത് സ്പേർട്ട് ഉണ്ടാകും. ഒരു പെട്ടെന്നൊരു ലാംഗ്വേജിൽ അല്ലെങ്കിൽ ആ ഒരു വൊക്കാബുലറി കൂടും. സോ അതിനെ നമ്മൾ പറയുന്നത്, ആ ഗ്രോത്ത് സ്പേർട്ടിനെ നമ്മൾ പറയുന്നത് നെയിമിംഗ് എക്സ്പ്ലോഷൻ എന്ന് പറയും. ആൻഡ് ദ ഇൻഫൻറ്റ് അക്വേഴ്സ് അബൌട്ട് 200 വേർഡ്സ്. സോ ഒരു 200 വേർഡ്സ് കുട്ടി എന്ത് ചെയ്യും, ഒരു വയസ്സാകുമ്പോഴത്തേക്കും അവൻ പഠിച്ചിരിക്കും. സോ ഇതാണ് ഹോൾ ഓഫ് ഫ്രേസിക് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി അറൌണ്ട് 15 to 18 months ഓഫ് ഏജ് ആകുന്നത് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയും. ഇൻഫൻറ്റ് ബിഗിൻ ടു ഫോം ഷോർട്ട് സെൻറ്റൻസസ് വിച്ച് ഇസ് ജനറലി എ കോമ്പിനേഷൻ ഓഫ് നൗൺസ് ആൻഡ് verbs like mama, go, doggy, shoe. സോ ഇത് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത് ഇവിടെ ചെറിയ സെൻറ്റൻസുകൾ ഫോം ചെയ്യും. അതിൽ നൗണും വേർബ്സും ഒക്കെ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്ത് പറയും. സോ അമ്മ അവിടെ പോകണം എന്നായിരിക്കത്തില്ല പറയുന്നത്, അതിൽ നിന്ന് എന്ത് ചെയ്യും, മമ്മ ഗോ, ചില ഡോഗി ഷൂ. സോ അങ്ങനെ ഓരോന്നിനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അവർ സ്പീച്ച് നടത്തും, അല്ലെങ്കിൽ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനാണ് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയണം. സോ അമ്മ എനിക്ക് അവിടെ പോകണമെന്ന് പറയുന്നതിന് വരെ അമ്മ പോകണം, അങ്ങനെ ആ ഒരു 2 വേർഡിൽ അവർ ആ മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യും. സോ അതിനെയാണ് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി പ്രീ സ്കൂൾ ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ചിൽഡ്രൻ അക്വയർ മോർ ന്യൂ വേർഡ്സ് ആൻഡ് സ്റ്റാർട്ട് ടു അപ്ലൈ ഗ്രാമറ്റിക്കൽ റൂൾസ് ആൻഡ് ബൈ ദ ഏജ് ഓഫ് 6 years ബിക്കം ഫ്ലുവൻറ്റ് ഇൻ സ്പോക്കൺ ലാംഗ്വേജ്. സോ ഒരു പ്രീ സ്കൂൾ ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, ആദ്യം 15 മാസം തൊട്ടുള്ള ആ ഒരു കാലഘട്ടങ്ങളിൽ അവർക്ക് ഗ്രാമറൊന്നും ഇല്ല, അവർ തോന്നുന്ന രീതിയിൽ പറയും. പക്ഷേ ഒരു പ്രീ സ്കൂൾ ഇയർ ആകുമ്പോഴത്തേക്കും അവർ ഗ്രാമറൊക്കെ ചേർത്ത് അമ്മ എനിക്ക് അവിടെ പോകണം എന്ന് തന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങും, ഗ്രാമർ ചേർത്ത് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങും. സോ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ വരുന്നതാണ് തിയറീസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇത് എറിക്സൻ്റെ തിയറിയാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. എറിക്സൺ സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് built upon the theory of psychosexual development by Sigmund Freud. Erikson introduced the theory of psychosexual development in 1915 to explain the influence of social dynamics from infancy till old age. So
സോ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സോ ഇവിടെ സോഷ്യൽ ഡൈനാമിക്സിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്, ഫ്രോയിഡിൻ്റെ സെക്ഷൽ ഡെവലപ്മെൻറ്റ്, സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റിൽ അവിടെ ഓരോന്നും സെക്ഷൽ ഡിസൈർസിനെ കുറിച്ചും ആ സെക്ഷൽ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ പക്ഷേ എറിക്സൻ്റെ തിയറിയിൽ അദ്ദേഹം നമ്മുടെ സൊസൈറ്റിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഡൈനാമിക്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് എവിടെ തൊട്ടാണ്, ഇൻഫൻസി തൊട്ട് ഓൾഡ് ഏജ് വരെയുള്ള ഓരോ സ്റ്റേജസിലും അവർ നേരിടുന്ന കോൺഫ്ലിക്റ്റുകളെ, ഓരോ സ്റ്റേജിൽ റേസ് ചെയ്യുന്ന കോൺഫ്ലിക്റ്റുകൾ ഏതൊക്കെയെന്നൊക്കെയാണ് ഇദ്ദേഹം ഈ തിയറിയിലൂടെ പറയുന്നത്. Erikson, trained in Freudian psychoanalysis, was convinced that the social interactions are more important in development than the sexual development as proposed by Freud. So, എറിക്സൻ്റെ തിയറി പ്രകാരം അദ്ദേഹം പറയുന്നത് ഒരു സൈക്കോ അനാലിസിസിലെ പോലെ സെക്ഷൽ ഡെവലപ്മെൻറ്റിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതിന് പകരം സോഷ്യൽ ഇൻ്ററാക്ഷൻസിനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിസ് സ്റ്റേജ് തിയറി കംപ്രൈസ്ഡ് ഓഫ് 8 സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സോ ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ 8 സ്റ്റേജസ് ആണെന്ന് പറയുന്നത്. ഹൈലൈറ്റ് ദ ഫസ്റ്റ് 5 സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ഇൻഫൻസി ടു അഡോളസൻസ്. ആദ്യത്തെ 5 സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫൻസി തൊട്ട് അഡോളസൻസ് വരെ നീണ്ടു നിൽക്കുന്ന സ്റ്റേജസ് ആണ്. എറിക്സൺ ബിലീവ് ദാറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ്സ് എ ഡെവലപ്മെൻറ്റൽ ക്രൈസിസ് ആൻഡ് ദ ഇൻഡിവിജ്വൽ ഐദർ ഇസ് സക്സസ്ഫുൾ ഇൻ ഹാൻഡ്ലിംഗ് ദ ക്രൈസിസ് ഓർ അൺസക്സസ്ഫുൾ. സോ എറിക്സൺ എന്താണ് ബിലീവ് ചെയ്തത്, ഓരോ സ്റ്റേജസിലും അവിടെ ഓരോ ഡെവലപ്മെൻറ്റൽ ക്രൈസിസ് ഉണ്ട്. സോ ഓരോ ഇൻഡിവിജ്വലും അത് ഒന്നെങ്കിൽ എന്ത് ചെയ്യും, സക്സസ്ഫുള്ളായിട്ട് അത് ഹാൻഡിൽ ചെയ്യും, എന്താവും അത് ഒരു ക്രൈസിസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അത് അൺസക്സസ്ഫുൾ ആയിട്ട് മാറും. സക്സസ്ഫുൾ ഡീലിംഗ് ഓഫ് ദ ക്രൈസിസ് റിസൾട്ട് ഇൻ ഹെൽത്തി ആൻഡ് പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ അത് സക്സസ് ആയാൽ അവിടെ എന്തായിട്ട് മാറും, ഒരു ഹെൽത്തി പേഴ്സൺ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് അവിടെ ഹെൽത്തി പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് മാറും. ആൻഡ് സബ്സിക്വൻറ്റ് സ്റ്റേജസ് ആർ എഫക്റ്റഡ് ബൈ ദ ഹാൻഡിലിംഗ് ഓഫ് ക്രൈസിസ് അറ്റ് ഈച്ച് സ്റ്റേജ്. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ കൂടെ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇൻഫൻസി എന്ന് പറയുന്നു, ആ ഒരു സ്റ്റേജിലെ ഡെവലപ്മെൻറ്റൽ ക്രൈസിസ് എന്ന് പറയുന്നത് എന്താണ്, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. സോ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കാതിരിക്കണം. സോ അങ്ങനെ ആ ഒരു ഡെവലപ്മെൻറ്റലാണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. വെൻ ഇൻഫൻറ്റ് നീഡ്സ് ആർ കെയർഡ് ഫോർ, ട്രസ്റ്റ് ഡെവലപ്പ് ആൻഡ് ദ വേൾഡ് അപ്പിയേഴ്സ് എസ് എ ഗുഡ് പ്ലേസ്. നെഗ്ലക്റ്റ് ആൻഡ് മിസ്ഹാൻഡ്ലിംഗ് ഓഫ് ഇൻഫൻറ്റ് ലീഡ്സ് ടു മിസ്ട്രസ്റ്റ്. സോ കുഞ്ഞുങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യും, അവരിൽ ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും, അമ്മ അച്ഛൻ അവരെ കെയർ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ അവരിൽ വന്നാൽ, അത് സക്സസ്ഫുൾ ആയാൽ അവർക്ക് അവരുടെ സ്ഥലം എന്തായിട്ട് തോന്നും, നല്ല സ്ഥലമായിട്ട് അല്ലെങ്കിൽ ഗുഡ് പ്ലേസ് ആയിട്ട് തോന്നും. പക്ഷേ അതേസമയം അൺസക്സസ്ഫുൾ ഹാൻഡിലിംഗ് ആണ് വരുന്നതെങ്കിൽ അവരെ നെഗ്ലക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മിസ് ഹാൻഡിൽ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് അവരിൽ മിസ്ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. ഇനി ടോഡ്ലർ ആകുമ്പോഴത്തേക്ക് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ടാണ്. പാരൻസ് നീഡ് ടു ഫോസ്റ്റർ സിറ്റുവേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബിഹേവിയർ സോ ദാറ്റ് എ സെൻസ് ഓഫ് ഓട്ടോണമി ഡെവലപ്പ്. സോ ടോഡ്ലർഹുഡ് ആകുമ്പോഴത്തേക്ക് ഇവിടെ പാരൻസ് എന്ത് ചെയ്ത് കൊടുക്കുക, അവരെ ഇൻഡിപെൻഡൻറ്റ് ബിഹേവിയറിനെ കുറച്ചുകൂടെ എൻകറേജ് ചെയ്ത് കൊടുക്കുക, സ്വന്തം കാര്യങ്ങൾ ചെറിയ രീതിയിൽ അവർ നോക്കാൻ പ്രാപ്തരാക്കുക അവരെ. സോ ദാറ്റ് എ സെൻസ് ഓഫ് ഓട്ടോണമി. സോ അപ്പം ഓട്ടോണമി ഡെവലപ്പ് ചെയ്യുക അവരിൽ, അവർക്ക് അവരുടെ കാര്യം തന്നെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവരിൽ ഡെവലപ്പ് ചെയ്ത് വരും. സോ സാറ്റിസ്ഫൈ ചെയ്ത് സക്സസ് ആയാൽ ഇങ്ങനെ സംഭവിക്കാം. സക്സസ് ആയില്ലെങ്കിൽ ഇഫ് ഇൻഡിപെൻഡൻറ്റ് സെൽഫ് ഡിറക്ഷൻ ഈസ് ത്രോട്ടഡ്, ചൈൽഡ് ഡെവലപ്പ് ഫീലിംഗ് ഓഫ് ഷെയിം ആൻഡ് ഡൗട്ട്. സോ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല, അതിൽ കുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ സക്സസ് ആയി കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ഷെയിം തോന്നും, ഒരു മോശമായിട്ട് തോന്നും, അല്ലെങ്കിൽ അവരിൽ തന്നെ അവർക്ക് ഡൗട്ട് തോന്നും, എന്നെക്കൊണ്ട് കൊള്ളാമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഫീലിംഗ് വരും. പ്രീ സ്കൂളേഴ്സ് ആകുമ്പോഴത്തേക്ക് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ്. If children acquire a sense of responsibility, they develop initiative. സോ പ്രീ സ്കൂളേഴ്സ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, ഇനിഷ്യേറ്റീവ്, അവർ പല കാര്യങ്ങളും ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്യാനുള്ളൊരു സക്സസ്ഫുള്ളായിട്ട് മാറും. ഇഫ് ചിൽഡ്രൻ ഡു നോട്ട് അക്വയർ എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ദേ എക്സ്പീരിയൻസ് ഗിൽറ്റ്. സോ അവർക്ക് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അക്വയർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകും. ഇനി എലമെൻ്ററി സ്കൂൾ ഏജ് ആകുമ്പം ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. സോ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ സ്കിൽ റിസൾട്ട് ഇൻ ഫീലിംഗ് ഓഫ് കോമ്പീറ്റൻസ് ആൻഡ് ആൻ ഇൻക്രീസ് ഇൻ സെൽഫ് എസ്റ്റീം. സോ പുതിയ സ്കിൽസ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്തായിട്ട് തോന്നും, അവരുടെ സെൽഫ് എസ്റ്റീംസ് ഇൻക്രീസ് ചെയ്ത രീതിയിൽ തോന്നും. പക്ഷേ സക്സസ്ഫുൾ ആയില്ലെങ്കിലോ, ഫെയിലിയർ ടു ഡെവലപ്പ് ന്യൂ സ്കിൽസ് ആൻഡ് ക്യാൻ മേക്ക് ദം ഫീൽ ഇൻഫീരിയർ. സോ പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ വരും, അവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യും.
അഡോളസൻസ് ആകുമ്പോഴത്തേക്ക് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. സോ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും എറിക്സൺ ആണ്. ഇനി സക്സസ് ഇൻ ഡിഫൈനിങ് എ റോൾ ഫോർ ദംസെൽഫ് റിസൾട്ടിങ് ഡെവലപ്പിംഗ് എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. സോ അവരുടെ റോള് സക്സസ് ആയിട്ട് അവർ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ഐഡൻറ്റിറ്റി സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഫോം ചെയ്യും. അവരാരാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യും. സോ അതല്ല, ഫെയിലിയർ ആയി പോയാൽ ടു ഡിഫൈൻ ദെയർ ഐഡൻറ്റിറ്റി ലീഡ്സ് ടു എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആൻഡ് വിഡ്രോവൽ. സോ ഫെയിലിയർ ആയി പോയാൽ അവിടെ എന്ത് സംഭവിക്കും? അവർക്കൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാകും. അതുപോലെ പല കാര്യങ്ങളിൽ നിന്ന് അവർ വിഡ്രോ ചെയ്ത് മാറും. സോ ഇനി 3 സ്റ്റേജും കൂടെ ഉണ്ട്. സോ അത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ആൽബർട്ട് ബന്ദൂരയുടെയാണ്. സോ ഇദ്ദേഹം ഒരു കനേഡിയൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. 1925 proposed the social learning theory which state that social behavior is acquired through observation and imitation of others' behavior. There are 4 mediational processes that are essential for a new behavior to be learned. സോ ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയിലൂടെ പറയുന്നത്, സോ ഒരു വ്യക്തി ഒരു സോഷ്യൽ ബിഹേവിയർ അക്യൂർ ചെയ്യുന്നത് മറ്റുള്ളവരെ ഒബ്സർവേഷനിലൂടെ അല്ലെങ്കിൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഇവർ പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നതാണെങ്കിൽ പല കാര്യങ്ങളും അവർ പഠിച്ചെടുക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ്. സോ നമ്മൾ തിയറിയിൽ പാരൻ്റ് കണ്ടീഷനിങ് ആ ഒരു സെക്ഷനിലെ തിയറീസിൽ വരും. സോ അപ്പോൾ അതിൽ ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് ഒക്കെ പറയും. സോ അത് ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് കുട്ടികൾ അവർ ആക്ഷൻസിലൂടെ അവർ ബിഹേവിയറിലൂടെ മറ്റുള്ളവരുടെ ബിഹേവിയർ കണ്ടാണ് അവരത് സോഷ്യൽ ഇൻട്രാക്ഷൻസിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് പറയുന്നത്. ഇദ്ദേഹം ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കുട്ടിയെ എന്ത് ചെയ്യും, ഒരു നല്ല ലവിങ് ആയിട്ടുള്ളൊരു സിനിമ കാണിക്കും. സോ നല്ല ബിഹേവിയർ ഉള്ള ഒരു സിനിമ കാണിക്കും. സോ ഒരു കുട്ടിയെ എന്ത് ചെയ്യും, അഗ്രസീവ് രീതിയിലുള്ള ഒരു ഫിലിം കാണിക്കും. സോ അപ്പം എന്നിട്ട് ഇവരെ രണ്ടുപേരെയും സെപ്പറേറ്റ് ഒരു ബോബോ ഡോള് വെച്ച് ഡോള് കൊടുക്കും. സോ അപ്പം അന്നേരം അവർ സീക്രട്ടായിട്ട് വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫിലിം കണ്ട ആൾക്കാർ ആ ഡോളിനെ അതേ രീതിയിൽ എന്ത് ചെയ്യാൻ നോക്കും, കെയർ ചെയ്യുകയും അതിനെ ഉമ്മ വയ്ക്കുകയൊക്കെ അതിനെ പാമ്പർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അഗ്രസീവ് വീഡിയോ കണ്ട കുട്ടി സെയിം അതിൽ കാണിച്ച പോലെ ആ ബോബോ ഡോളിനെ ഹിറ്റ് ചെയ്യുകയും അതിനെ സ്മാഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതി കാണിക്കും. സോ ഇതിലൂടെ അദ്ദേഹം പറയുന്നത്, സോ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തി ഒരു കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന മറ്റുള്ളവരെ ഇൻറ്ററാക്ഷൻസിലൂടെയാണ് അല്ലെങ്കിൽ അവരെ ഒബ്സർവേഷനിലൂടെയാണ് പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ 4 സ്റ്റേജസ് ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് അറ്റൻഷൻ ആറ്. എ ബിഹേവിയർ നീഡ് ടു ബി അറ്റൻഡഡ് ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് സ്റ്റിമുലൈ. സോ ഒരുപാട് സ്റ്റിമുലസ് നമുക്ക് ഡെയിലി കിട്ടും. അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ബിഹേവിയറിനെ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടിയിരിക്കും. ഇപ്പം ഫസ്റ്റ് അറ്റൻഷനാണ് വേണ്ടത്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യണം, റീറ്റെൻഷൻ വേണം. ദ അറ്റൻഡഡ് ബിഹേവിയർ ഫോം നീഡ്സ് ടു ബി റീറ്റെയിൻ ഇൻ വൺസ് ഓൺ മെമ്മറി. സോ ഇതിന് നമ്മൾ മെമ്മറിയിൽ എന്ത് ചെയ്യണം, നമുക്ക് നേരത്തെ കിട്ടിയാൽ നമ്മൾ അറ്റൻഡ് ചെയ്താൽ നമുക്ക് കുറേ സ്റ്റിമുലസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ബിഹേവിയറിനെ നമ്മൾ അറ്റൈൻ ചെയ്തെടുത്തു. അതിന് നമ്മൾ മെമ്മറിയിൽ എന്ത് ചെയ്യണം, നിലനിർത്തണം, റീറ്റെയിൻ ചെയ്ത് അതിനെ നിലനിർത്തണം. പിന്നെ അതിനെന്ത് ചെയ്യണം, റീപ്രൊഡക്ഷൻ. need to have the required skill and ability to reproduce the behavior. പിന്നെ അതിനെന്ത് ചെയ്യണം, നമുക്ക് റിക്വയർ ആയിട്ടുള്ള സ്കിൽ അല്ലെങ്കിൽ ആ എബിലിറ്റീസിനെ റീപ്രൊഡ്യൂസ് ചെയ്യണം. ആ ഒരു സ്പെസിഫിക് ഇവൻറ്റിൽ വരുമ്പോൾ അതിനെ തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യണം. ഇനി മോട്ടിവേഷൻ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. എക്സ്പ്ലെയിൻഡ് ആസ് വിഗേറിയസ് ഒബ്സർവേഷൻ ബൈ ബന്ദൂര മീൻസ് ദാറ്റ് എ ബിഹേവിയർ ഇസ് ഇനാക്റ്റഡ് ഓൺലി ഇഫ് ദ ഇൻഡിവിജ്വൽ ഹാസ് ഒബ്സർവ്ഡ് ഹിസ് കോൺസിക്വൻസസ് ആസ് എ റിവാർഡിങ്. സോ ഈ ഒരു മോട്ടിവേഷൻ ഈ ഒരു ഇത് ചെയ്യണമെങ്കിൽ കുട്ടികൾക്ക് എന്ത് വേണം, അത് ചെയ്യണമെങ്കിൽ അവിടെ ഒരു റിവാർഡിങ് കിട്ടണം. ഇത് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉള്ളതായിട്ട് തോന്നിയാൽ മാത്രമേ അവരിത് എന്ത് ചെയ്യാറുള്ളൂ, റീപ്രൊഡ്യൂസ് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്യാറുള്ളൂ. സോ ഇതാണ് 4 സ്റ്റേജസ് പറയുന്നത്. ഈ സ്റ്റേജസ് ഓർത്ത് വെച്ചിരിക്കുക: അറ്റൻഷൻ, റിറ്റൻഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മോട്ടിവേഷൻ. സോ മോട്ടിവേഷൻ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും. നെക്സ്റ്റ് തിയറിയാണ് അറ്റാച്ച്മെൻറ്റ് തിയറി. ഇത് പ്രൊപ്പോസ്ഡ് ബൈ ബ്രിട്ടീഷ് സൈക്കോ അനലിസ്റ്റ് ജോൺ ബോൾബി. സോ ജോൺ ബോൾബിയുടെ ആണ് അറ്റാച്ച്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്. ആൻഡ് ലേറ്റർ മെയ്ഡ് ടെസ്റ്റബിൾ ബൈ മേരി എയിൻസ്വർത്ത്. സോ ഇത് പിന്നീട് മേരി എയിൻസ്വർത്ത് ആണ് ഇതിനെ ടെസ്റ്റ് ചെയ്തത്. ഇനി ബോൾബി ബിലീവ് ദാറ്റ് ദ ചിൽഡ്രൻ ഡിപ്രൈവ്ഡ് ഓഫ് ദ മോസ്റ്റ് ബേസിക് സോഷ്യൽ, ഇമോഷണൽ ആൻഡ് റിലേഷണൽ നീഡ്സ് ഡിസ്പ്ലേ ഡെഫിഷ്യൻസി ഇൻ ദെയർ അഡൾട്ട് റിലേഷൻഷിപ്സ്. സോ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് തിയറിയിലൂടെ ജോൺ ബോൾബി പറയുന്നത്
ചിൽഡ്രൻസ് അവരുടെ ബേസിക് സോഷ്യൽ അല്ലെങ്കിൽ ഇമോഷണൽ അല്ലെങ്കിൽ റിലേഷണൽ നീഡ്സ് ഒക്കെ എന്ത് ചെയ്യും, ഡിപ്രൈവ് ചെയ്താൽ അവർ ഇൻഫൻസി സ്റ്റേജ് അല്ലെങ്കിൽ ചിൽഡ്രൻ ആയിരിക്കുന്ന സമയത്ത് അവരുടെ സോഷ്യൽ നീഡ്സുകൾ, ഇമോഷണൽ നീഡ്സ്, ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് ആരിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ, ഒരു റിലേഷൻസ് അച്ഛനും അമ്മയും തമ്മിലൊരു റിലേഷൻ ഇല്ല, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് തമ്മിലൊരു റിലേഷൻ ഇല്ല, ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഇമോഷണലി ഒരു ബോണ്ടില്ല, ഇങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഒരു അഡൾട്ട് റിലേഷൻഷിപ്പിൽ എത്തുമ്പോഴത്തേക്ക് ഇതെല്ലാം എന്ത് ചെയ്യും, ഇത് ഇങ്ങനെയുള്ള ഇമോഷണലും ഇങ്ങനത്തെയുള്ള റിലേഷണൽ നീഡ്സും ബേസിക് സോഷ്യൽ ഇമോഷണൽ ആൻഡ് റിലേഷണൽ നീഡ്സ് എല്ലാം എന്ത് ചെയ്യും, അഡൾട്ട് റിലേഷൻഷിപ്പിൽ കാണില്ല. ഹി കണ്ടൻറ്റഡ് ദാറ്റ് ചിൽഡ്രൻ ആർ ബോൺ വിത്ത് ആൻ അറ്റാച്ച്മെൻറ്റ് ബിഹേവിയറൽ സിസ്റ്റം ദാറ്റ് ലീഡ്സ് ദം ടു സീക്ക് ആൻഡ് മെയിൻറ്റെയിൻ പ്രോക്സിമിറ്റി വിത്ത് ആൻ അറ്റാച്ച്മെൻറ്റ് ഫിഗർ. സോ ഇദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ കുട്ടികളെന്ന് പറയുന്നത് ഒരു അറ്റാച്ച്മെൻറ്റുമായിട്ട് അല്ല ഒരു അറ്റാച്ച്മെൻറ്റ് ബിഹേവിയറൽ സിസ്റ്റത്തിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. അതിലൂടെ അവരൊരു പ്രോക്സിമിറ്റി, ഒരു അറ്റാച്ച്മെൻറ്റ് ഫിഗർ ഉണ്ടാക്കിയെടുക്കും. പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കും. സോ ഈ ഒരു ബിഹേവിയറൽ സിസ്റ്റം, അറ്റാച്ച്മെൻറ്റ് ബിഹേവിയറൽ സിസ്റ്റത്തിലൂടെ അദ്ദേഹം പറയുന്നത് നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഫിഗർ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദിസ് അറ്റാച്ച്മെൻറ്റ് ബിഹേവിയറൽ സിസ്റ്റം വർക്ക് ഓൺ ദ ഫോളോയിങ് അസംഷൻ. സോ ഈ അറ്റാച്ച്മെൻറ്റ് തിയറിയിൽ മെയിനായിട്ടുള്ള അസംഷൻസ് ആണ് പറയുന്നത്. പ്രോക്സിമിറ്റി സീക്കിംഗ് എന്ന് പറയും. നീഡ് ഓഫ് ദ ചൈൽഡ് ടു ബി വിത്ത് ആൻ അറ്റാച്ച്മെൻറ്റ് ഫിഗർ എസ്പെഷ്യലി ഡ്യൂറിങ് സ്ട്രെസ്. പ്രോക്സിമിറ്റി സീക്കിംഗ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു അറ്റാച്ച്മെൻറ്റ്, നമുക്ക് ഒരു അറ്റാച്ച്ഡ് ഉള്ള ഒരാൾ, ഒരു സ്ട്രെസ്സ് വരികയാണെങ്കിൽ അപ്പോൾ അന്നേരം അദ്ദേഹം എന്ത് ചെയ്യും, ഏറ്റവും എനിക്ക് അത്യാവശ്യമുള്ള ഒരാൾ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു തേടൽ വരും. എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വരാം അല്ലെങ്കിൽ ഒരു ഇമോഷണലി ഡിസ്റ്റർബൻസ് വരുമ്പോഴത്തേക്ക് എന്താണ് എല്ലാവരും ചിന്തിക്കുന്നത്, ആ കുട്ടി എന്ത് ഇതായിരിക്കും, എൻ്റെ ഏറ്റവും അടുത്തുള്ളത് എൻ്റെ അമ്മയാണ്, അപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്തോട്ട് എനിക്ക് പോകണം. സോ അതാണ് പ്രോക്സിമിറ്റി സീക്കിംഗ് എന്ന് പറയുന്നത്, ഒരു അറ്റാച്ച്മെൻറ്റ് ഫിഗറാണ്. ഇനി സെക്യൂർ ബേസ് ആണ്. ചൈൽഡ് എക്സ്പീരിയൻസസ് കംഫർട്ട് ആൻഡ് സെക്യൂരിറ്റി ഫ്രം ദ അറ്റാച്ച്മെൻറ്റ് ഫിഗർ. സോ ഈ അറ്റാച്ച്മെൻറ്റ് ഫിഗർ ആരുമായിട്ടാണോ കുട്ടി ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്നത് ആ കുട്ടിക്ക് അവരിൽ എന്താണ് ഒരു സെക്യൂരിറ്റി ഫോം ചെയ്യും. സോ അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അത് ഒരു കംഫർട്ട് സോണാണ്, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി കുട്ടിക്ക് ഫീൽ ചെയ്യും. സോ അതാണ് സെക്യൂർ ബേസ് എന്ന് പറയുന്നത്. സെപ്പറേഷൻ. ദ ചൈൽഡ് ഒബ്ജക്ട്സ് അപ്പോൺ ദ വിഡ്രോവൽ ഓഫ് ദ അറ്റാച്ച്മെൻറ്റ് ഫിഗർ സ്റ്റാർട്ടിംഗ് ഫ്രം അറൌണ്ട് 6 weeks of age. The attachment system keep evolving as a function of attachment figures responses toward the child in need. സോ ചൈൽഡ് ഒബ്ജക്റ്റ് അപ്പോൺ ദ വിഡ്രോവൽ ഓഫ് ദ അറ്റാച്ച്മെൻറ്റ് ഫിഗർ. സോ കുട്ടി ഒരു 6 ആഴ്ച തുടങ്ങുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യും, അറ്റാച്ച്മെൻറ്റ് സിസ്റ്റം കീപ്പ് ചെയ്യാൻ തുടങ്ങും. അറ്റാച്ച്മെൻറ്റ് ഫിഗേഴ്സുമായിട്ട് അവർ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും, കാണിക്കുക. സോ കുട്ടിക്ക് ഏറ്റവും അറ്റാച്ച്മെൻറ്റ് ഉള്ള ആളൊരു കുട്ടി എന്ത് ചെയ്യും, റെസ്പോൺസ് ചെയ്യുന്ന രീതിയിൽ കാണിക്കും. ചിൽഡ്രൻ ഹു റിസീവ് എ കെയർ ആൻഡ് സപ്പോർട്ട് ഫ്രം ദ അറ്റാച്ച്മെൻറ്റ് ഫിഗർ ഡെവലപ്പ് പോസിറ്റീവ് വർക്കിംഗ് മോഡൽ ഓഫ് സെൽഫ് ആൻഡ് അതേഴ്സ്. സോ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ കുട്ടിക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് കിട്ടുന്ന കുട്ടികളാണെങ്കിൽ അവരിൽ എന്ത് ഡെവലപ്പ് ചെയ്യും, ഒരു പോസിറ്റീവ് വർക്കിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവരെ കുറിച്ചൊരു പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ സെൽഫ് അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് അവരിൽ ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഇത് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിയെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്, ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഭാവിയിൽ പല കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്ട്രെസ്സ് വന്ന് അത് കോപ്പ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പല രീതിയിലുള്ള റെഗുലേഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ടേ അവർക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഈസ് ഹൈപ്പർ ആക്ടിവേഷൻ സ്ട്രാറ്റജീസ് ആണ്. സീൻ ഇൻ ക്ലിങ്കിങ് ഓർ കോയർസീവ് ബിഹേവിയേഴ്സ്. ഹൈപ്പർ ആക്ടിവേഷൻ സ്ട്രാറ്റജീസിൽ എന്ന് പറയുന്നത് കോയർസീവ്, അതായത് എന്തെങ്കിലും ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മൾ ബിഹേവിയർ യൂസ് ചെയ്യുന്നതാണ് ഹൈപ്പർ ആക്ടിവേഷൻ സ്ട്രാറ്റജീസ്. ഇനി ഡി ആക്ടിവേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് തോട്ട് സപ്രഷൻസ് ആൻഡ് ഡിസ്റ്റൻസിങ് ഫ്രം അതേഴ്സ്. സോ ഡീആക്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യും, സപ്രസ് ചെയ്ത് വെച്ചിരിക്കും. അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ഡിസ്റ്റൻസ് അകലം പാലിക്കും. സോ അതാണ് ഡീആക്ടിവേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത തിയറീസ് ഓഫ് ജെൻഡർ റോൾ ഡെവലപ്മെൻ്റ് ആണ്. Learning and cognitive processes determine the development of gender roles and gender role identities. ലേണിംഗ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ്സാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ജെൻഡർ റോൾസും ജെൻഡർ റോൾ ഐഡൻറ്റിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ബന്ദൂര സോഷ്യൽ ലേണിംഗ് തിയറി കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ജെൻഡർ റോൾ ഫോർമേഷൻ ഇൻ ദ ഏർലി ഇയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യ കാലഘട്ടങ്ങളിൽ കുട്ടികളിലെ ജെൻഡർ റോള് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലേ.
അച്ഛനാണ് കുട്ടി കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, പെൺകുട്ടിയാണെങ്കിൽ അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവർ അച്ഛൻ്റെ രീതിയിൽ അച്ഛൻ ധരിക്കുന്നതാണെങ്കിൽ പാൻറ്റ് ഷർട്ട് വേണമെന്ന് നിർബന്ധം പിടിക്കും. സോ അപ്പോൾ അമ്മയാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇടപെടുന്നത് അമ്മയുമായിട്ടാണെങ്കിൽ ആ കുട്ടി അവിടെ ആ ഒരു ജെൻഡർ റോൾ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ആദ്യം അമ്മയെപ്പോലെ സാരി ഉടുത്ത് നടക്കണം, അല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന രീതിയിൽ കുട്ടിയെ ഉറക്കണം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കുട്ടി എന്ത് ചെയ്യും, ആ ഒരു ജെൻഡർ റോള് മനസ്സിലാക്കിയെടുക്കുക. അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കും. ചിൽഡ്രൻ ഒബ്സർവ് ദെയർ പാരൻസ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻറ്റ് എൽഡേഴ്സ് ആൻഡ് ഇമിറ്റേറ്റ് ദ ബിഹേവിയർ ഓഫ് സെയിം സെക്സ് പാരൻറ്റ്. Imitation of appropriate behavior gets followed with positive reinforcement, and hence the likelihood of reoccurrence of that behavior increases. Imitation of inappropriate behavior gets followed with negative reinforcement, and thus the likelihood of reoccurrence of that behavior decreases. So കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ പാരൻസിനെ അല്ലെങ്കിൽ അവരുടെ എൽഡേഴ്സിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അതിൽ സെയിം സെക്സ് പാരൻസിനെ ആണെങ്കിൽ പെൺകുട്ടി അമ്മയെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുമ്പോഴത്തേക്ക് ആ ബിഹേവിയർ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, ആ കുട്ടി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആ കുട്ടി പെൺകുട്ടിയാണ് എന്നുള്ള കാര്യം കുട്ടിക്ക് ബോധമായി ആ ഒരു ജെൻഡർ റോള് വീണ്ടും വീണ്ടും പാകും. പക്ഷേ അത് ഓപ്പോസിറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിലോ, പെൺകുട്ടി ആൺകുട്ടിയുടെയാണ് കാണിക്കുന്നതെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് എല്ലാവരും പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്യരുത്, സോ അത് ആൺകുട്ടികളാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. അതവിടെ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പോകും. അപ്പം ആ ഒരു ബിഹേവിയർ അവിടെ എന്ത് ചെയ്യും, ഇല്ലാതായി പോകും. ഇനി ജെൻഡർ സ്കീമ തിയറി എന്ന് പറയും. ജെൻഡർ സ്കീമ തിയറി ബൈ സാൻഡ്ര ബെം ആണ്. ഇൻ്റഗ്രേറ്റ്സ് ദ സോഷ്യൽ ലേണിംഗ് തിയറി വിത്ത് കോഗ്നിറ്റീവ് പ്രോസസ്സ്. സോഷ്യൽ ലേണിംഗ് തിയറിയെ എന്ത് ചെയ്തു, കോഗ്നിറ്റീവ് പ്രോസസ്സുമായിട്ട് ഒന്നിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ് ജെൻഡർ സ്കീമ തിയറി സാൻഡ്ര ബെന്നിൻ്റെ. ദ ചൈൽഡ് ഇൻ ഹിസ് ഓർ ഹെർ ഗ്രോയിങ് ഇയേഴ്സ് ഫോംസ് എ സ്കീമ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ബിഹേവിയർ. സോ ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സിലൊരു സ്കീമുണ്ട്. ഒരു സ്കീമ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ റെപ്രസെൻറ്റേഷനാണ്. സോ മെയിലിനെ കുറിച്ചൊരു മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ഫീമെയിൽ ബിഹേവിയറിനെ കുറിച്ചൊരു മെൻ്റൽ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഹി ഓർ ഷീ ഒബ്സർവ്സ് ബോയ് ആൻഡ് ഗേൾ ആൻഡ് ഓർഗനൈസസ് ആൻഡ് കാറ്റഗറൈസസ് ദ ഇൻഫർമേഷൻ ഇൻ എ ബോയ് സ്കീമ ആൻഡ് എ ഗേൾ സ്കീമ. ദേ ഫർദർ അക്വയർ ദ ബിഹേവിയർ ദാറ്റ് ഇസ് ക്ലോസർ ടു ദ ബീയിങ് എ ബോയ് ഓർ എ ഗേൾ, ദെയർ ബൈ ഡെവലപ്പിംഗ് ദെയർ ജെൻഡർ ഐഡൻറ്റിറ്റി. സോ ഈ സ്കീമയിൽ അവർക്ക് ആൺകുട്ടികൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് ഉള്ള കാര്യം അവരിൽ ഉണ്ട്. സോ കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്ക് അവരത് എന്ത് ചെയ്യാൻ തുടങ്ങും, കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങും. ബോയ്സ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ബോയ്സിനെയും ഗേൾസിനെയും കാറ്റഗറൈസ് ചെയ്ത് അത് അവർ ഓർഗനൈസ് ചെയ്തിട്ട് ബോയ്സ് സ്കീമാസിലും അല്ലെങ്കിൽ ഗേൾസ് സ്കീമാസിലും ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ആഡ് ചെയ്യും. ബോയ്സ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും, പല കാര്യങ്ങളുമല്ലേ, ബോയ്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്നിച്ച് ചേർക്കും, ഗേൾസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്നിച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ഇതിൽ അവർ ഏതിലാണ് കൂടുതൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏതാണ് അവരുടെ ബിഹേവിയർ കൂടുതൽ വരുന്നത് എന്ന് നോക്കി അവരെന്ത് ചെയ്യും, അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി തിരിച്ചറിയും. സോ ഇതാണ് ജെൻഡർ സ്കീമ തിയറി ബൈ സാൻഡ്ര ബെൻ. നെക്സ്റ്റ് തിയറിയാണ് എക്കോളജിക്കൽ സിസ്റ്റം തിയറി. എക്കോളജി ഹാസ് ബി ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് ബയോളജിക്കൽ ഫോംസ് വിത്ത് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. സോ എക്കോളജി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് ബയോളജിക്കൽ ഫോംസ്, ജീവനുള്ള വസ്തുക്കൾ ഫിസിക്കൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്നതാണ് എക്കോളജി എന്ന്. ദ എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ദ ഇൻറ്ററാക്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് ഹിസ് ഓർ ഹെർ ഫിസിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. സോ എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സിൽ കൺസിഡർ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ അതിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ കണ്ടെക്സ്റ്റിലുള്ള ഇൻറ്ററാക്ഷൻസിനാണ് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ് ദ കൺസെപ്റ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റുഡ് അലോൺ ബൈ ദ ഇൻഡിവിജ്വൽ factors like one's personality, but rather as the transactional process of the individual with his or her environment. So ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഒരാളുടെ വ്യക്തിത്വം മാത്രം വെച്ച് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അയാളുടെ പേഴ്സണാലിറ്റി ഇതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു ട്രാൻസാക്ഷണൽ പ്രോസസ്സ് ആയിട്ട് വരും. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എൻവയോൺമെൻറ്റ് മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് വരാം. അദ്ദേഹം ഒരു എൻവയോൺമെൻറ്റിലായിരിക്കും
ഒരു രീതിയിൽ പെരുമാറിയത്. പക്ഷേ വേറൊരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ വേറെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അതിൽ വേറെ രീതിയിൽ പെരുമാറും. സോ അപ്പോൾ അവിടെ എന്താവും, പേഴ്സണാലിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ എക്കോളജിക്കൽ സിസ്റ്റത്തിനനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി മാറും. അതൊരു ട്രാൻസാക്ഷണൽ പ്രോസസ്സ് എന്നാണ് എക്കോളജിക്കൽ സിസ്റ്റം തിയറിയിൽ പറയുന്നത്. ഇനി യൂറി ബ്രോൺഫർ ബെർണസ്റ്റ് എക്കോളജിക്കൽ തിയറിയാണ് നമുക്ക് നോക്കേണ്ടത്. ദ സെമിനൽ വർക്ക് ഓൺ എക്കോളജിക്കൽ സിസ്റ്റം തിയറി ഇൻ 1979 assert the role of environmental system in human development. സോ ഈ ഒരു തിയറിയിൽ പറയുന്നത് റോൾ ഓഫ് എൻവയോൺമെൻറ്റൽ സിസ്റ്റത്തിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന റോളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹിസ് തിയറി ഡിസ്ക്രൈബ് ദ ചൈൽഡ് എക്കോളജി as comprising of levels of environmental context from most proximal to the most distal system. സോ ഇതിൽ പറയുന്നത്, ഈ തിയറിയിൽ പറയുന്നത് ഒരു കുട്ടിയുടെ എക്കോളജി എന്ന് പറയുന്നത് അതിൽ എൻവയോൺമെൻറ്റൽ കണ്ടെക്സ്റ്റ് അടങ്ങുന്നുണ്ട്. അത് പ്രോക്സിമൽ ടു ഡിസ്റ്റൽ സിസ്റ്റത്തിൽ വരെയും ആകുന്നുണ്ട്. വിത്ത് ദ ഇൻഡിവിജ്വൽ ഇൻ ദ സെൻറ്റർ ആൻഡ് അതർ സിസ്റ്റം ഫോമിങ് കോൺസെൻട്രിക് ലെയേഴ്സ്. സോ ഇതിൽ ഇൻഡിവിജ്വലിൻ്റെ സെൻറ്ററിൽ വരും. അതിൽ ഓരോ സിസ്റ്റത്തിൽ ഓരോ ലെയറിലായിരിക്കും ഇതിൻ്റെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്ത് വരുന്നത്. ഇതാണ് ആ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ സെൻറ്ററിൽ വരുന്നത് എന്താണ്, കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ കുട്ടിയുടെ പല ലെയറിലായിട്ട് വരുന്നതായിരിക്കും. ഫാമിലി ഉണ്ട്, അതിൽ സെറ്റിങ്സ് നൈബർഹുഡ് വരും. ഇതല്ലെങ്കിൽ മൈക്രോ സിസ്റ്റം വരാം, മെസോ സിസ്റ്റം, എക്സോ സിസ്റ്റം എന്നൊക്കെ രീതിയിൽ വരാം. With the individual in the center and other system forming concentric layers, the structure is akin to Russian nesting dolls, one level opening into another. So ഇതെന്ന് പറയുന്നത് നടുക്കൊരു ഇൻഡിവിജ്വലും അതിൻ്റെ ചുറ്റുമായിട്ട് കോൺസെൻട്രിക് ലെയേഴ്സുമുണ്ട്. സോ ഈ ഓരോ ലെയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ ലെയറിൽ ഒരു അറ്റത്ത് ഒരു കാര്യം, ഇപ്പുറത്ത് മറ്റു കാര്യം. നമ്മൾ ഈ ലെയറിൽ നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുമല്ലേ, ഈ ഫാമിലിയിൽ തന്നെ എന്തുണ്ട്, ആ ഫാമിലിയിൽ തന്നെയാണ് മൈക്രോ സിസ്റ്റം വരുന്നത്. സോ അതുപോലെ സെറ്റിങ്സിൽ എന്ത് വരുന്നുണ്ട്, മിസോ സിസ്റ്റം വരുന്നുണ്ട്. നെയ്ബർഹുഡിൽ തന്നെയാണ് എന്ത് എക്സോ സിസ്റ്റം വരുന്നത്. In 2006, Bronfenbrenner revised his theory to term it as the bioecological system where the active role of the individual in his or developmental process is emphasized. 2006 ഇദ്ദേഹം ഈ തിയറി റിവൈസ്ഡ് ചെയ്തു. ഇവിടെ ബയോ എക്കോളജിക്കൽ സിസ്റ്റം എന്നുള്ള രീതിയിലാക്കി. ഇവിടെ ആക്റ്റീവ് റോൾ ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിന് എംഫസിസ് കൊടുത്തുകൊണ്ട്. സോ ഇതിൽ പറയുന്ന ലെവൽ ഓഫ് അനാലിസിസ് ആണ് അദ്ദേഹത്തിൻ്റെ മോഡൽ അനുസരിച്ച് പറയുന്നത്. സോ അതിൽ ലെവൽ 1 വരുന്നതാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ choosing their relationship and environment to an extent that influence its development process. ലെവൽ 1 ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ അതിൻ്റെ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെൻറ്റ് ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലുണ്ട്. സോ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലെവൽ 2 വരുന്നതാണ് മൈക്രോ സിസ്റ്റം. മൈക്രോ സിസ്റ്റം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ് ടു ആൻ ഇൻഡിവിജ്വൽ ദാറ്റ് ഫോസ്റ്റർ ക്ലോസ് പേഴ്സണൽ ഇൻറ്ററാക്ഷൻ വിത്ത് അതേഴ്സ്. സോ മൈക്രോ സിസ്റ്റത്തിൽ വരുന്നതാണ് ഇമ്മീഡിയറ്റ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇമ്മീഡിയറ്റ് എൻവയോൺമെൻ്റ് ആണ്. സോ ഇവിടെ ക്ലോസ് പേഴ്സണൽ ഇൻറ്ററാക്ഷൻ, ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആൾക്കാർ അടങ്ങുന്ന സിസ്റ്റമാണ് മൈക്രോ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഇതിൽ ഉൾപ്പെടുന്നത് എക്സാമ്പിൾസ് ആണ് ഫാമിലീസ്, സ്കൂൾ ടീച്ചേഴ്സ്, പിയേഴ്സ്. സോ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആ ഒരു ഇൻഡിവിജ്വലിനെ ഏറ്റവും അടുത്തറിയാവുന്ന പേഴ്സണൽ ഇൻറ്ററാക്ഷൻസ് കൂടുതലുള്ള ആൾക്കാരടങ്ങുന്നതാണ് മൈക്രോ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത മെസോ സിസ്റ്റം ഉണ്ട്. ഇൻവോൾവ് ദ പ്രോസസ്സസ് ദാറ്റ് ഒക്കർ എമംഗ് ദ മൾട്ടിപ്പിൾ മൈക്രോ സിസ്റ്റം ദാറ്റ് ദ ഇൻഡിവിജ്വൽ ഇസ് പാർട്ട് ഓഫ്. സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ മൈക്രോ സിസ്റ്റത്തിൻ്റെ ഒന്നിലധികം ആൾക്കാർ ഒന്നിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ മെസോ സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റൽ പ്രോസസ്, one needs to understand the activities between the micro system. For example, the relationship between the child, friends and parents and teachers. സോ ഇവിടെ ഒന്നിലധികം മൈക്രോ സിസ്റ്റം തമ്മിലുള്ള പ്രോസസ്സാണ്. ഇവിടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ കുറിച്ച് അറിയണം, അവരുടെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് അറിയണമെങ്കിൽ അവിടെ നടക്കുന്ന ഓരോ മൈക്രോ സിസ്റ്റത്തിലും നടക്കുന്ന ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയണം. ഉദാഹരണം പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചൈൽഡ്, ഫ്രണ്ട് ആൻഡ് ഒരു കുട്ടിയുടെ ഫ്രണ്ടും അവരുടെ പാരൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ പാരൻറ്റും ടീച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സോ ഇതെല്ലാം അടങ്ങുന്നതിനാണ് നമ്മൾ മിസോ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എക്സോ സിസ്റ്റം ഉണ്ട്.
involve microsystem to which an individual is indirectly connected but which still impact upon his or her development. സോ എക്സോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ കുട്ടി എന്നാണ്, ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല, ഇൻഡയറക്റ്റ്ലി കണക്റ്റഡ് ആകുന്നതാണ്. ഫോർ എക്സാമ്പിൾ ദ വർക്ക് ഓർഗനൈസേഷൻ ഓഫ് ചൈൽഡ് പാരൻസ്. സോ ഇവിടെ പറയുന്നത് കുട്ടിയുടെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന സ്ഥലത്തിലുള്ള പാരൻസ്. സോ അവിടെ കുട്ടിയുടെ അമ്മയും അച്ഛനും വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിലെ ആൾക്കാരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ. ദ വർക്ക് ഡിമാൻഡ് ആൻഡ് ജോബ് ടൈമിംഗ് ഇമ്പാക്ട് ദ ചൈൽഡ് അപ്ബ്രിങ്ങിങ്. സോ ഈ ഒരു സമയം ആ ഒരു ഏരിയ, ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അമ്മയും അച്ഛനും ജോലി ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലത്തിലുള്ള അവിടെയുള്ള വർക്ക് ഡിമാൻഡ് അല്ലെങ്കിൽ ജോബ് ടൈമിങ് ആ കുട്ടിയെ എന്ത് ചെയ്യും, കുട്ടിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വളർച്ചയെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. സോ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് വർക്ക് ലോഡുണ്ട്. അപ്പം ഈ കുട്ടി അവിടെ എന്താവും, ഒറ്റപ്പെട്ടു പോകും. സോ ഇത് ഡയറക്റ്റ്ലി കുട്ടിയെ ബാധിക്കുന്നില്ല എങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റഡ് ആണ്. അമ്മയും അച്ഛനും വരാൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? സോ അവിടെ ജോലി കൂടുതലുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വർക്ക് ഡിമാൻഡ് ബേസ് ചെയ്തിട്ടുണ്ടാണ്. സോ ഇത് കുട്ടിയിലെ വളർച്ചയെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റഡ് ആണ്. സോ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എക്സോ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മാക്രോ സിസ്റ്റം എന്ന് പറയുന്നത് influence development within and between all other system and manifests itself in the cultural, religious, socio-economic organization of the society. For example, socio-economic level of the family determines availability of adequate resources for health, education and child care facilities. സോ ഇതിൽ മാക്രോ സിസ്റ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് വിത്തിൻ ആൻഡ് ബിറ്റ്വീൻ ഓൾ അതർ സിസ്റ്റം, എല്ലാ സിസ്റ്റത്തിന് അടങ്ങുന്നതാണ്. ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കൾച്ചറൽ, റിലീജിയസ്, സോഷ്യോ എക്കണോമിക് ഓർഗനൈസേഷൻ, സൊസൈറ്റിയിലുള്ള ഇതെല്ലാം അടങ്ങുന്ന സിസ്റ്റത്തിനാണ് മാക്രോ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ ഉദാഹരണം പറയും, സോഷ്യോ എക്കണോമിക് ലെവൽ, ഒരു ഫാമിലിയുടെ സോഷ്യോ എക്കണോമിക് ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നത് അവൈലബിലിറ്റി ഓഫ് അഡിക്വേറ്റ് റിസോഴ്സ്, അവർക്ക് ഹെൽത്ത് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽത്ത് അവൈലബിലിറ്റി എത്രയുണ്ട്, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ എത്രയുണ്ട്, അല്ലെങ്കിൽ ചൈൽഡ് കെയർ ഫെസിലിറ്റീസ് എത്രയുണ്ട്. സോ ഇതൊക്കെ നോക്കിയിട്ടാണല്ലേ ഒരു ഫാമിലിയുടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഇതെല്ലാം അടങ്ങുന്ന സോഷ്യോ, റിലീജിയസ്, കൾച്ചർ, ഇങ്ങനെയുള്ള എല്ലാം അടങ്ങുന്നതിന് നമ്മൾ മാക്രോ സിസ്റ്റം എന്ന് പറയും. സോ ഈ തിയറിക്ക് ഒരു എക്സാമ്പിൾസ് വെച്ച് നമുക്ക് നോക്കാം. ഇതൊരു എക്സസൈസ് പോലെ നോക്കാം. സോ നമുക്കിത് ഒരു ബ്രോൺഫെൻബെർണസ് മോഡലിനനുസരിച്ച് ലെവൽ ഓഫ് അനാലിസിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിലപ്പം ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലാതായിരിക്കും, ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് അത്ലറ്റാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു അത്ലറ്റാണ് ഒരു ഇൻഡിവിജ്വലായിട്ട് കാണുന്നത്. സോ അപ്പോൾ ഒന്ന് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് അത്ലറ്റ് ആയിരിക്കും. അപ്പം ഇതിൽ മൈക്രോ സിസ്റ്റം മൈക്രോ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത്ലറ്റുമായിട്ട് ഏറ്റവും ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വരുന്നത്. സോ കോച്ച് അത്ലറ്റ് റിലേഷൻഷിപ്പാണല്ലേ. അത്ലറ്റിന് അല്ലെങ്കിൽ ഒരു കായിക താരത്തിന് അദ്ദേഹത്തിൻ്റെ കോച്ചുമായിട്ട് എന്താണ് ഒരു റിലേഷൻഷിപ്പ്, ഡയറക്റ്റ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ഇപ്പോൾ മൈക്രോ സിസ്റ്റത്തിൽ വരുന്ന ഏതാണ്, കോച്ച് അത്ലറ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ മിസോ സിസ്റ്റം ആകുമ്പോഴത്തേക്ക് അവിടെ എന്തില്ല, ആ ഇൻഡിവിജ്വലുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഇല്ല. സോ അപ്പോൾ അതേതായിരിക്കും മൂന്നാമത്തെ മിസോ സിസ്റ്റം എന്ന് പറയുന്നത്, കോച്ചും അത്ലറ്റിൻ്റെ പാരൻറ്റുമായിട്ട്. സോ അത്ലറ്റുമായിട്ടേ കോച്ചിന് എന്തുള്ളൂ, ഡയറക്റ്റ് കണക്ഷൻ ഉള്ളൂ. പക്ഷേ അത്ലറ്റിൻ്റെ പാരൻസുമായിട്ട് കോച്ചിന് എന്തില്ല, ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. സോ അപ്പം മെസോ സിസ്റ്റത്തിൽ വരുന്നതാണ് ഏത്, കോച്ചും അത്ലറ്റിൻ്റെ പാരൻസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ മാക്രോ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, അത്ലറ്റിൻ്റെ പാരൻസിൻ്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. സോ അത് എല്ലാം അടങ്ങുന്നതിനെയാണ് മാക്രോ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതാണ് ഉദാഹരണമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് തിയറിയാണ് ദുർഗാനന്ദ് സിൻഹാസ് മോഡൽ ഓഫ് ഡിപ്രിവേഷൻ. ദ എമിനന്റ് ഇന്ത്യൻ സൈക്കോളജിസ്റ്റ് ദുർഗാനന്ദ് സിൻഹ അഡോപ്റ്റഡ് ബ്രോൺഫെൻബെർണസ് എക്കോളജിക്കൽ മോഡൽ ഇൻ 1982 ടു സ്റ്റഡി ഡിപ്രിവേഷൻ ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. സോ ബ്രോൺഫെൻബെർണസിൻ്റെ എക്കോളജിക്കൽ മോഡൽ എടുത്തിട്ടാണ് ഇദ്ദേഹം സ്റ്റഡി നടത്തിയത്. ഇതിൽ ഹി കൺസീവ് ദ ചൈൽഡ് എക്കോളജി ആസ് കൺസിസ്റ്റിംഗ് ഓഫ് 2 കോൺസെൻട്രിക് ലെയേഴ്സ്. സോ ഇതിൽ ആ പഠനത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് ഒരു കുട്ടിയുടെ എക്കോളജി എന്ന് പറയുന്ന 2 കോൺസെൻട്രിക് ലെയേഴ്സ് ചേരുന്നതാണ്. സോ ആ 2 ലെയേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പർ ആൻഡ് മോസ്റ്റ് വിസിബിൾ ലെയേഴ്സ് എന്ന് പറയും. സോ അപ്പർ അല്ലെങ്കിൽ മോസ്റ്റ് വിസിബിൾ ലെയേഴ്സിൽ അടങ്ങിയിരിക്കുന്നത് കുട്ടിയുടെ ഹോം, സ്കൂൾ, പിയർ ഗ്രൂപ്പ്സ് വിത്ത് സ്പെസിഫിക് എംഫസിസ് ഓൺ ഫിസിക്കൽ ഒബ്ജക്റ്റ്. സോ കുട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് അല്ലെങ്കിൽ വിസിബിളിൽ കാണാൻ പറ്റുന്ന ഫിസിക്കൽ ഒബ്ജക്റ്റുകൾ, സോഷ്യൽ റോൾസ്, കുട്ടിയുടെ സോഷ്യൽ റോൾസ്, റിലേഷൻഷിപ്പ് വിത്ത് ചൈൽഡ്. സോ ഇതെല്ലാമാണ് വിസിബിളായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ഹോം, സ്കൂള്, പിയർ ഗ്രൂപ്പ്, കുട്ടിയുടെ ഫിസിക്കൽ ഒബ്ജക്റ്റ്, സോഷ്യൽ റോള്, ആ കുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം അടങ്ങുന്നതിന് നമ്മൾ അപ്പർ ആൻഡ് മോസ്റ്റ് വിസിബിൾ ലെയർ എന്ന് പറയും. ദ സപ്പോർട്ടിംഗ് ആൻഡ് ദ സറൗണ്ടിങ് ലെയർ ആണ് രണ്ടാമത്തെ ലെയർ. കംപ്രൈസസ് ഓഫ് ദ ഫിസിക്കൽ ആൻഡ്
and cultural environment in which the child resides, with emphasis on the impact of the social class, caste, resources made available to the child. സോ ഇവിടെ എന്ന് പറയുന്നത് സപ്പോർട്ടിങ് ആൻഡ് സറൗണ്ടിങ് ലെയർ, ഈ കുട്ടിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങൾ. സോ അതിൽ ഫിസിക്കൽ വരാം, കൾച്ചറൽ എൻവയോൺമെൻറ്റ് വരാം അല്ലേ. സോ ഇവിടെ കുട്ടി വസിക്കുന്ന ആ ഒരു ഫിസിക്കൽ ഏരിയ അല്ലെങ്കിൽ കൾച്ചറൽ എൻവയോൺമെൻറ്റ് എല്ലാം വരും. സോ അതിൽ കുട്ടിയുടെ സോഷ്യൽ ക്ലാസ് വരാം, സോഷ്യൽ സ്റ്റാറ്റസ് വരാം, കാസ്റ്റ് വരാം, ആ കുട്ടിയുടെ റിസോഴ്സസ്, ഇതെല്ലാം അടങ്ങുന്നതാണ് സപ്പോർട്ടിങ് ആൻഡ് സറൗണ്ടിങ് ലെയേഴ്സിൽ പറയുന്നത്. സോ ഇത്രയുമുള്ളൂ തിയറീസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.